ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊച്ചിയിൽ ഊഷ്മള വരവേൽപ്പ്. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. എൻഡിഎ സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. LPG വില വർധനയും മറ്റ് വിഷയങ്ങളും ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച പുനരാരംഭിച്ചു. ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും ഗാർഹിക ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ. വനിതാ ഹോക്കി ലോകകപ്പ് ക്വാളിഫയറിൽ ഇന്ന് ഇന്ത്യ വെയിൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. കൊച്ചി മറൈൻ ഡ്രൈവിൽ അദ്ദേഹം ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനായി ധീവരസഭ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മറ്റൊരു ചടങ്ങിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. BPCL കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ 5,500 കോടി രൂപയുടെ പോളിപ്രൊപ്പിലീൻ യൂണിറ്റിന്റെ ശിലാസ്ഥാപനത്തിന് പുറമെ വിവിധ റോഡ് റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തലപ്പാടി ചെങ്കള 6-വരിപ്പാത, 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വെങ്ങളം രാമനാട്ടുകര 6-വരി ബൈപ്പാസ് പാത എന്നീ ദേശീയപാത പദ്ധതികൾ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. PM ഗ്രാം സഡക് യോജനയിലൂടെ നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്കു കീഴിൽ പുനർനിർമ്മിച്ച ഷൊർണൂർ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. യാത്രക്കാർക്കുള്ള മെച്ചപ്പെട്ട സൌകര്യങ്ങളോടുകൂടിയാണ് ഈ സ്റ്റേഷനുകൾ ആധുനികവത്കരിച്ചത്. ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽപാത വൈദ്യുതവത്കരണ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന പ്രധാനമന്ത്രി പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിക്കും. കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതിക്കും അദ്ദേഹം തറക്കല്ലിടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കലൂർ സ്റ്റേഡിയത്തിൽ BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം പരിപാടിയെയും അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷ കർശനമാക്കി. വൈകുന്നേരം 4 മണിവരെ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സന്ദർശനത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം തമിഴ്നാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5,650 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കം കുറിക്കും. 2 അമൃത് ഭാരത് ട്രെയിനുകൾ, രാമേശ്വരം മംഗളൂരു തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് ട്രെയിനുകൾ, മയിലാടുതുറൈ കാരേക്കുടി പാസഞ്ചർ എന്നിവ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. LPG വില വർധനയും മറ്റ് വിഷയങ്ങളും ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. 12 മണിവരെ നിർത്തിവച്ച ലോക്സഭാ നടപടികൾ പിന്നീട് പുനരാരംഭിച്ചു. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. ഇന്നലെ കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദാണ് പ്രമേയം അവതരിപ്പിച്ചത്. രാജ്യസഭയിലും നടപടികൾ പുരോഗമിക്കുകയാണ്. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും തുടരും. ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്റർനെറ്റ് സേവനങ്ങൾ താങ്ങാവുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നതിനും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം 103 കോടിയായി ഉയർന്നതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. पिछले 10 वर्षों में माननीय प्रधानमंत्री जी ने डिजिटल इंडिया के माध्यम से डिजिटल इंक्लूजन के लिए 3 फ्रंट्स पे काम किया है. सबसे पहले इंक्रीजिंग द एक्सेस टू इंटरनेट, सेकेंड मेकिंग इंटरनेट अफोर्डेबल और तीसरा प्रोवाइडिंग डिजिटल पब्लिक इंफ्रास्ट्रक्चर. आज माननीय अध्यक्ष जी 103 करोड़ लोगों को आज इंटरनेट की कनेक्टिविटी अवेलेबल है.
രാജ്യത്ത് ട്രെയിനുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കവച് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും ഗാർഹിക ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജ ലഭ്യതയും ഇറക്കുമതിയും ഉറപ്പുവരുത്തിയതിനു പുറമെ LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം LPG ഇന്ധന വിതരണത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് CNG, PNG ലഭ്യത പൂർണ്ണമായും ഉറപ്പുവരുത്തും. മറ്റ് വ്യവസായങ്ങൾക്ക് 70 മുതൽ 80% വരെ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗാർഹിക LPG ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിലെ ഇടവേള 25 ദിവസമാക്കിയതിനു പുറമെ ഗാർഹികേതര LPG വിതരണത്തിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ മേഖലകൾക്കാണ് മുൻഗണന നൽകുന്നത്. ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖല അടക്കമുള്ള ഉപഭോക്താക്കളുടെ LPG ആവശ്യം വിലയിരുത്താനായി 3-അംഗ സമിതിയെയും പെട്രോളിയം മന്ത്രാലയം നിയോഗിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയുമായി ബന്ധം തുടരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്താദ്യമായി ദയാവധത്തിന് അനുമതി നൽകി സുപ്രീംകോടതി. 13 വർഷമായി കോമയിൽ കഴിയുന്ന 32-കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ഹരീഷ് റാണയ്ക്കാണ് ദയാവധത്തിന് അനുമതി നൽകിയത്. ജീവൻ നിലനിർത്തിയിരുന്ന കൃത്രിമോപകരണങ്ങൾ മാറ്റി സ്വാഭാവിക മരണം സാധ്യമാക്കുന്നതിനാണ് കോടതിയുടെ അനുമതി. വൃദ്ധ മാതാപിതാക്കളുടെ ഹർജിയിൽ ജസ്റ്റിസ് JB പർദിവാലയും ജസ്റ്റിസ് KV വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ചാണ് അനുമതി നൽകിയത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് നാവിക ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡായ ATS ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിലെ ലാൻസ് നായിക് ആയ ആഗ്ര സ്വദേശി ആദർശ് കുമാർ എന്ന ലക്കിയാണ് പിടിയിലായത്. ISI ഏജന്റിന് തന്ത്രപ്രധാനമായ വിവരങ്ങളും പണവും കൈമാറിയതായി വിവരങ്ങൾ ലഭിച്ചെന്ന് ATS വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 23ാമത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി തരൺജിത് സിംഗ് സന്ധു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക് നിവാസിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2026 യോഗ്യതാ മത്സരത്തിൽ പൂൾ ബിയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. ഹൈദരാബാദിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നടപടി ഓപ്പറേഷൻ എപിക് ഫ്യൂറി ആരംഭിച്ച് ആദ്യ 10 ദിവസത്തിനിടെ 140 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായി US പ്രതിരോധ വകുപ്പ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലെ US സൈനിക നീക്കത്തെക്കുറിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തണമെന്ന് സെനറ്റിലെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിരോധ വകുപ്പ് ഔദ്യോഗിക വക്താവ് ഷോൺ പാനലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. എന്നാൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ചുഴലിക്കാറ്റ് നാശം വിതച്ച മഡഗാസ്കറിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഇന്ത്യ 12 ടൺ ചികിത്സാ സാമഗ്രികളും 18 ടൺ ദുരന്ത നിവാരണ സാധന സാമഗ്രികളും വഹിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനം മഡഗാസ്കറിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 1007 പോയിന്റ് നഷ്ടത്തിൽ 77,198-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 287 പോയിന്റ് താഴ്ന്ന് 23,973-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ വർദ്ധിച്ച് 1,19,760 രൂപയും ഗ്രാമിന് 14,970 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊച്ചിയിൽ ഊഷ്മള വരവേൽപ്പ്. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. NDA സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. LPG വില വർധനയും മറ്റ് വിഷയങ്ങളും ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച പുനരാരംഭിച്ചു.
ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും ഗാർഹിക ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ. വനിതാ ഹോക്കി ലോകകപ്പ് ക്വാളിഫയറിൽ ഇന്ന് ഇന്ത്യ വെയിൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.